ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വലിയേച്ചി, ചേച്ചി, വലിയേച്ചി. എന്താ? ദേ ഫോണിൽ ആരോ വിളിക്കുന്നു. വർമ്മ സാറാണല്ലോ. ഹലോ സർ. സിസ്റ്റർ ഇപ്പൊ എവിടെയുണ്ട്? ഞാനിപ്പോ വീട്ടിലുണ്ട്. തിരക്കിലൊന്നല്ലോ. ആ, നമ്മുടെ ചാരിറ്റബിൾ ഹോമിന്റെ കൺസ്ട്രക്ഷൻ നടക്കുക. ഇവിടെ അടുത്ത് തന്നെയാ, കണ്ണംകുളങ്ങര. ഒന്ന് വരാവോ? വരാം സർ. ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ ലൊക്കേഷൻ മാപ്പ് സിസ്റ്റർക്ക് അയച്ചുതരാം. ശരി സർ. ആരാ ചേച്ചി വിളിച്ചേ? അത് ഒരാള്. ഒരാളെന്ന് ആർക്കെങ്കിലും പേരുണ്ടോ ചേച്ചി? ഉണ്ടല്ലോ, നമ്മുടെ പുത്തൂർ മനക്കലെ ചെറിയ നമ്പൂതിരിയുടെ പേര് ഒരാൾ നമ്പൂതിരി. ഒരാൾ നമ്പൂതിരിയോ? എന്നാലും ആരായിരിക്കും ഒരാള്? രാധമ്മേ, ഇക്കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഇതൊക്കെ രുക്മിണി നമ്മളോടുള്ള പ്രതികാരം തീർക്കുന്നതാ. ശരിയാ, അവര് ശ്രീയെ ബലിയേടാക്കുന്നു. ഇവളെ കെട്ടിയവന്റെ നട്ടില് വാഴവെള്ളിയാണോ? തള്ള പറയുമ്പോ വളയെ. ഈ ഹരീഷ് കുറച്ചുനാൾ മുൻപ് വരെ ധൈര്യമുള്ള ആളായിരുന്നു. രുക്മിണി ആന്റി പറയുന്നിടത്തൊന്നും നിൽക്കാതെ ശ്രീലക്ഷ്മി വിളിച്ചോണ്ട് മാറി താമസിച്ച ആളല്ലേ? അതെ, അത് കണ്ടിട്ട് അവക്ക് സഹിച്ചില്ല. അവിടുന്ന് ഈ വളകാപ്പ് ചടങ്ങ് നടത്തണമെന്നും പറഞ്ഞ് നമ്മളോട് അടുത്തത്. രുക്മിണി ഹരീഷിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക മക്കളെ. അവന്റെ ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം. കൊച്ചിന്റെ മാനസിക നില തെറ്റാൻ മയക്കുമരുന്ന് വരെ കൊടുത്ത കാര്യം അവന് ബോധ്യപ്പെടുത്തണം. ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ രുക്മിണി എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഹരീഷ് എന്ന കൊച്ചാണ് ഇതൊക്കെ വിശ്വസിക്കണ്ടേ? അവര് പ്രസവിച്ചതല്ലേ അവനെ, പിന്നെ അവരുടെ കൂറ സ്വഭാവം ഇല്ലാതിരിക്കൂ. അളിയൻ പറഞ്ഞത് വളരെ ശരിയാ. പണ്ടേ ഈ കുരങ്ങ് കളിക്കാരുണ്ടായിരുന്നു. കാട്ടിൽ നിന്ന് കുരങ്ങനെ പിടിച്ചോണ്ട് നാട്ടി വന്ന് ഈ കുരങ്ങനെ കൊണ്ട് പല കളിയും കളിപ്പിക്കും. ചാടിക്കളിക്കട കൊച്ചിരാമ, ആടിക്കളിക്കട കൊച്ചിരാമ എന്ന പാട്ടൊക്കെ പാടി ഈ കുരങ്ങനെ കൊണ്ട് കളിപ്പിക്കും. എന്നിട്ട് കള്ള് ഷാപ്പിൽ കൊണ്ടുപോയി കള്ളും കുടിപ്പിക്കും. ഈ കുരങ്ങ് കളിക്കാരന്റെ കയ്യിലെ കുരങ്ങിനെ പോലെയാ രുക്മിണിയുടെ കയ്യിലെ ഹരീഷ്. ഇന്ന് കുരങ്ങനെ ഒന്നിനെങ്കിലും തൊടുന്നവനെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി പോലീസുകാർ കുരങ്ങ് കളിപ്പിക്കും. ഈ രുക്മിണിയിട്ട് നമുക്ക് അഷ്ടകലാശം ചവിട്ടിപ്പിക്കണം. അതിന് നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്.